ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ പോഷകാംശ ഗുണമുള്ളതും രുചിയുള്ളതുമായ ഒരു ഗ്രീൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഉണ്ടാക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പേ വെച്ച് കൊടുത്ത് അത് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കായം ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം സ്വല്പം കരിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നത് നമുക്ക് അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് വേവിച്ച ഗ്രീൻ പീസ്, പുഴുങ്ങിയ പൊട്ടറ്റോ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഗ്രീൻ സാൻഡ്വിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, സ്വല്പം മല്ലിയില, സ്വല്പം പഞ്ചസാര ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരത്തെ നാസ്തയ്ക്കും എല്ലാം ഇത് കഴിക്കാൻ വളരെ നല്ലതാണ്. ഇനി നമുക്കതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു സ്വല്പം മല്ലിയില കൂടി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ സാൻഡ്വിച്ചിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബ്രെഡിൻ്റെ ഒരു കഷ്ണം എടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മസാല അതിലേക്ക് നന്നായിട്ടൊന്ന് കോരി വെച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വേറൊരു കഷ്ണം ബ്രെഡ് എടുത്ത് അതിലേക്ക് നന്നായിട്ട് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കണം. ഇതുപോലെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പേ വെച്ച് അത് ചൂടാകുമ്പോൾ അതിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബ്രെഡെല്ലാം അതിലേക്ക് വെച്ച് നന്നായിട്ട് അമർത്തി നന്നായിട്ട് ചൂടാക്കണം. ചൂടാക്കി തിരിച്ച് ഇട്ട് നന്നായിട്ടത് ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇത് സോസിൻ്റെ കൂടെ കഴിക്കാനും ഗ്രീൻ ചട്നിയുടെ കൂടെ കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ രുചികരമായ ഗ്രീൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി ഒരു നല്ല വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.